എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1949 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പുതുവർഷമാണ്, പുതുപ്രതീക്ഷകളുടെ വർഷമാണ്. അപ്പോൾ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് IFPH പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ രാജശ്രീ ക്ഷണിക്കുന്നു. ഡോക്ടർ രാജശ്രീ അൺമ്യൂട്ട് ചെയ്യണം. ഡോക്ടർ രാജശ്രീ. ഡോക്ടർ രാജശ്രീ രാജശ്രീ ഉണ്ട്, പാടട്ടെ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട്. രാജശ്രീ ഡോക്ടറെ ഉണ്ട്. ഉണ്ട് അൺമ്യൂട്ട് ചെയ്ത്. പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ ഒഴിയും ദ്രുതം, ക്ഷണികമെങ്കിലും പരമജ്ഞാനമേ ദൈവമേ കൈവനം പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ ഒഴിയും ദ്രുതം, ഉഷസുണന്നു വിളിക്കയാ ഉണരു മനസ്സേ സാദരം, ഒടുങ്ങി കനിവു ദിനം പുലരി മഞ്ഞളി മറയും ഉദയ ശോഭ ഉദയവൻ ചൊരിയും ശുഭം, പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ ഒഴിയും ദ്രുതം, ക്ഷണികമെങ്കിലും അഴകി ഒരു പരമജ്ഞാനമേ ദൈവമേ ദൈവണം ഞാൻ. നന്ദി. ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈനെ ക്ഷണിക്കുന്നു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. ഷൈൻ ഡോക്ടർ മ്യൂട്ടാണേ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1949 ദിവസം പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള ബഹുമാന്യരായ വ്യക്തികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പുതുവത്സര ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ളത് IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറാണ്. അദ്ദേഹം IFPHന്റെ ചുക്കാൻ പിടിച്ച് എല്ലാ ദിവസവും നമ്മളോടൊപ്പം പങ്കുചേരുകയും IFPHന്റെ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുകയും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ഇസ്മായിൽ സേട്ട് സാറിനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിക്കാനായി എത്തുന്ന ശ്രീ ആലപ്പി ഋഷികേശ്, അദ്ദേഹം നാടക സംഗീത സംവിധായകനാണ്, സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും IFPHന്റെ പേരിൽ സ്വാഗതം പറയുന്നു. അടുത്തതായി നമ്മോടൊപ്പം ഇന്ന് ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുള്ളത് ശ്രീമതി മോജിദയാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് അവർ. അവരെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ IFPHന്റെ ജോയിന്റ് സെക്രട്ടറിയും നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജിതി മനോജ്, എല്ലാ ദിവസവും നമ്മോടൊപ്പം ഉള്ള ജിതി മനോജിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന നമ്മുടെ
ഡോക്ടർ മനോജ്. ഡോക്ടർ മനോജിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഹോമിയോപ്പതി ഡോക്ടർമാരെയും ഹോമിയോപ്പതി സ്നേഹികളെയും എല്ലാവരെയും തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ശൈല ഡോക്ടറെ. അപ്പൊ ഇനി ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ ആദരണീയനും പ്രിയങ്കരനുമായ എല്ലാമായ ഇസ്മായിൽ സേഡ് സാറിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ക്ഷണിക്കുന്നു. സാറേ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. കേൾക്കാം പറഞ്ഞു സാർ. ആണോ? കേൾക്കാമോ? കേൾക്കാം. കാണാം. ഓക്കെ. ആ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. 1949 സെക്ഷനാണ് നടത്തുന്നത്. ഇതാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ലോകത്ത് എവിടെയും നടക്കാത്തൊരു കാര്യം കൂടെയാണ്. ആരും ഇത്രയും നാളത്തെ ദീർഘമായിട്ടുള്ള ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. 300 നടത്തിയത് വരെ ഉണ്ട്. അതല്ലാതെ ഇത്ര 1949 ഇന്നത്തെ ദിവസം 1949 ദിവസമാണ് നടന്നത്. നമ്മളെല്ലാം ഏകോപനമായ ചിന്താഗതി കൊണ്ട് മാത്രമാണ് സാധിച്ചു വരുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഹോമിയോപ്പതിയുടെ ഉന്നമനം മാത്രമാണ്. ലോകത്തെമ്പാടുമുണ്ട്. ഇപ്പം നമ്മുടെ IAPH എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ഹോമിയോപ്പതിക്കാരെ ആഘോഷിക്കുന്ന ഒന്നാണ്. മലയാള സെക്ഷനായിട്ട് നമുക്കുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, തമിഴ് വേണമെന്ന് പറഞ്ഞ് മുളക് കൂട്ടുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല. എല്ലാം കൂടെ നടത്താൻ വേണ്ടി പോയാൽ അതിൻ്റെ സമയം കൊണ്ട് തികയില്ല. എന്തായില്ലേ, അരമണിക്കൂർ വെച്ച് കൊടുത്താൻ വേണ്ടി പോയാലേ നടക്കൂല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമായിട്ട് നിർത്താം. അത് നല്ലത്. കാരണം പല അഭിപ്രായങ്ങൾ എൻ്റെ അടുത്തും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ കൂടുതൽ ഭാഷകൾ അഡോപ്റ്റ് ചെയ്യേണ്ട. നമുക്ക് തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി മതി. ഹിന്ദി രാഷ്ട്രഭാഷയാണ്. മലയാളം നമ്മുടെ കേരള ഭാഷയാണ്. ഇംഗ്ലീഷ് പിന്നെ ഇൻ്റർനാഷണൽ ഭാഷയാണ്. അപ്പം ആർക്കും പരാതി ഉണ്ടാവില്ല. അതുങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കാണും. അതുങ്ങൾക്ക് അതിനകത്ത് ഉത്തരങ്ങൾ പറയാനും കാണും. ചെറിയ ഭാഷകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഒന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയല്ലേ? എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായും. കാരണം എല്ലാവരും ആവശ്യപ്പെടുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് എന്തുകൊണ്ട് തമിഴ് വെച്ചുകൂടാ, എന്തുകൊണ്ട് തെലുങ്ക് വെച്ചുകൂടാ ഒക്കെ പറയുന്നുണ്ട്. സാറേ, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അറബിയിൽ കൊടുക്കാമെന്ന് വെച്ചു. UAE ഹോമിയോപ്പതി ഉണ്ടല്ലോ, ഖത്തറിലുണ്ട്, UAE അറബി കൂടെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഒന്നും വേണ്ട. നമുക്ക് തൽക്കാലത്തേക്ക് ഇന്റർനാഷണൽ ഭാഷ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളിയാണ്, മലയാളത്തിൽ നിന്ന് വെക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ ഭാഷയായിട്ട് ഹിന്ദി, ഇത് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ആശംസകൾ എല്ലാവർക്കും പങ്കുവയ്ക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതാണ്. ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ കൈകോർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൈകോർത്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ എവിടെയും തടസ്സപ്പെടാൻ പാടില്ല. ആ തടസ്സപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇത്രയും സമയം എല്ലാ സമയത്തും എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാ മീറ്റിങ്ങിനും വരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കയറുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞിടത്തോളം വരാറുണ്ട്, സമയം കിട്ടുമ്പോഴേക്ക്. ഇപ്പം ഞാൻ കഴിഞ്ഞ അസുഖം എനിക്ക് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് മുഴുവനായിട്ട് 3-4 ദിവസം കയറിയിട്ടേ ഇല്ല. പിന്നെയാണ് ഇന്നലെ വന്ന് കാണിച്ച് ഇപ്പോഴേ മുഴുവനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാവർക്കും നേരുന്നു. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും തന്നാൽ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. തന്നാലായാലും അണ്ണാൻ കുഞ്ഞും തന്നാലായാലും അറിയട്ടില്ലേ, ആരെക്കൊണ്ട് പറ്റുന്നത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു പ്രസ്താവനയ്ക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. അതേ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ദീർഘമായ ഒരു പ്രശ്നം നടത്താൻ താല്പര്യപ്പെടുന്നില്ല. ഈ സമയത്തിൽ എല്ലാവരുടെ ആശംസകളും ഞങ്ങൾക്ക് ചേർന്നുകൊണ്ട് ഈ ഒരു ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. ഞാനിവിടെ കാണും, എല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ കൊണ്ട് അഭിപ്രായങ്ങൾ ഇതൊക്കെ പറയാമെന്നൊക്കെ പറയുകയും ചെയ്യാം. നമസ്കാരം. വളരെ നന്ദി സാർ. വളരെ കൃത്യമായിട്ട് സാർ പറയേണ്ട ഈ പറഞ്ഞ പോലെ പല ഭാഷകളിൽ നിന്ന് അഭിപ്രായം പറയും. ഗാലറിയിൽ നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. കളത്തിൽ ഇറങ്ങുന്ന ധനേഷ് ഡോക്ടറെ പോലെ ആളുടെ നെഞ്ചിടിപ്പും
ബുദ്ധിമുട്ടും അത് അനുഭവിക്കുന്ന മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ത്രിഭാഷ പദ്ധതി തന്നെ തുടർന്നാണ് ബുദ്ധിയും യുക്തിയും ശക്തിയും. തീർച്ചയായിട്ടും സന്തോഷം സാർ. നമുക്ക് ഇനി ആശംസകൾ ഉള്ള സമയമാണ്. ദിനേശ് ഡോക്ടറെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഡോക്ടറെ? അവര് എത്തിയിട്ടില്ല. അവര് 10 മണി കഴിഞ്ഞേ എത്തുള്ളൂ. കാരണം രണ്ടുപേരും ഓരോ പ്രോഗ്രാംസിലാണ്. ഇപ്പൊ നമുക്ക് ആലപ്പുഴ ഋഷി അദ്ദേഹം എത്തിയിട്ടുണ്ടോ? അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്തും. ഓക്കെ. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. അത് തിഥി ഇല്ലാതെ വരുന്നയാൾ, അതായത് മുന്നറിയിപ്പ് ഇല്ലാതെ വരുന്ന ഒരു അതിഥിയാണ്. അതാണ് ശരിക്കും അതിഥി. അപ്പൊ നമ്മുടെ PV ആൽബി സാറുണ്ട്. സാറേ, ഇതിനൊരു ആശംസകൾ പറയാൻ സാറിന് ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷം. ഒരു പരിപാടി അത്രയും സെഷനായിട്ട് ഇങ്ങനെ മുടങ്ങാതെ മുന്നോട്ട് പോകുന്നതിലും ഹോമിയോപ്പതിയുമായിട്ട് ബന്ധമുള്ളതും ബന്ധമില്ലാത്തതുമായ വിഷയങ്ങളിൽ പോലും ഇതേപോലെ സ്പെഷ്യൽ സെഷൻസ് സംഘടിപ്പിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അത് ഹോമിയോപ്പതിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഡോക്ടേഴ്സും സ്റ്റുഡൻസും അല്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരെ കൂടി ഇതിനോട് സഹകരിക്കാനും ചേർന്ന് നിൽക്കാനും കഴിയുന്ന എന്തെങ്കിലും ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാനും പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ പല കലാകാരന്മാരും പല സംഘടനാ നേതാക്കളും ഒക്കെ ഇതിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തില് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി വേറെ ഇല്ലെന്ന് തോന്നുന്നു. അതും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ വർഷത്തില് കൂടുതൽ ഭംഗിയായി, കൂടുതൽ പങ്കാളിത്തത്തോടെ, കൂടുതൽ വൈവിധ്യമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട്, അതേസമയം തന്നെ ഹോമിയോപ്പതിയുടെ മഹത്വം, അതിൻ്റെ ഉന്നമനം, അതുവഴി രോഗഗ്രസ്തമായ മാനവരാശിക്ക് സൗഖ്യം, ശാന്തി എന്നുള്ള പരമമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ഒരു പരിപാടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി. വളരെ നന്ദി സാർ. അങ്ങേക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. കാരണം ഒരുപാട് വലിയ വർക്ക് ചെയ്തിപ്പം ജിം കോർബറ്റ് ജീവചരിത്രം അല്ലേ സാർ, ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാർ. സാറിന് അതിനെക്കുറിച്ച് പറയാമോ സാറേ? ഞാൻ പ്രസംഗത്തിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ മനോജിന്റെ അടുത്ത് കോള് വന്നത്. അത് നിർത്തി. ജിം കോർബറ്റിന്റെ വർക്ക് മലയാളം കഴിഞ്ഞു, പ്രൂഫ് ആയിട്ടുണ്ട്. കോഴിക്കോട് ജ്ഞാനേശ്വരിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇംഗ്ലീഷിന്റെ പണി ഒരു പകുതി ആയപ്പോഴേക്കും എനിക്ക് നടുവേദന പിടിച്ചു. പിന്നെ കിടപ്പാണ് മിക്കവാറും. കുറച്ച് ദിവസം ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇറക്കൊക്കെ എഴുന്നേറ്റിരിക്കുന്നുള്ളൂ. കാരണം ഒരുപാട് യാത്രയും മറ്റുമൊക്കെ. ഉത്തരാഖണ്ഡ് യാത്ര തന്നെ ഒരുപാട്, ഒരു 2 ആഴ്ച ട്രെയിനിൽ കുത്തിയിരിപ്പും, പിന്നെ അവിടെ ഹിമാലയ മേഖലയിൽ ഞാൻ സ്കൂട്ടർ വാടകയ്ക്ക് എടുത്ത് യാത്രയായിരുന്നു. അതായത് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ജിം കോർബറ്റിന്റെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, പഴയ ഒരു ജീവചരിത്രം, അതൊക്കെ വായിച്ച് എനിക്ക് എൻ്റെ ഈ മേശപ്പുറത്തിന് ആ പുസ്തകം ജീവചരിത്രം എഴുതാൻ പ്രയാസമൊന്നുമില്ല, പറ്റും. പക്ഷെ അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനുള്ള വളരെ ജെന്യുവനായിട്ടുള്ള, ഒറിജിനലായിട്ടുള്ളൊരു വർക്കാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, എന്നല്ല ഏത് ബയോഗ്രഫി ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറ്. മറ്റാരും കൊടുക്കാത്ത എന്തെങ്കിലും വിവരങ്ങൾ അതിൽ കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കേണ്ടി വരാൻ നമ്മൾ പണിയെടുക്കണം. മേശപ്പുറത്തിരുന്ന് ഫോൺ വിളിച്ചോ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ നടക്കില്ല. അപ്പം ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് എനിക്ക് ഉള്ളതുകൊണ്ട് ഫീൽഡിറങ്ങി പണിയെടുത്ത് ഒരു ബ്ലൂ കോളർ ജേർണലിസം ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനങ്ങനെ സുഖമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, യാത്ര ചെയ്യാനുള്ള പൈസയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാനങ്ങ് പോയി. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തും ഇപ്പോൾ വെബിൻ്റെ ഡൊമൈനിലായാലും പ്രിന്റിലായാലും ഇല്ലാത്ത നിരവധി വിവരങ്ങൾ എനിക്ക് ലഭിച്ചു. ഒരുപാട് ആളുകളെ കോർബറ്റിൻ്റെ ടീമിൽ, അദ്ദേഹത്തിൻ്റെ ഒന്ന് വേട്ടയ്ക്ക് പോകുമ്പോൾ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ല. നടന്നാണ് 20 മൈല് 40 മൈലൊക്കെ നടന്നാണ് പോകുന്നത്. അപ്പോൾ കൂടാരം ചുമട്ടുകാർ, പാചകക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ 3rd ജനറേഷനിലുള്ള 2-3 പേരെ ഞാൻ കണ്ടെത്തി. ഇവിടെ ഈ ഹിന്ദി നേരെപാടും അറിയില്ലെങ്കിലും കഷ്ടപ്പെട്ടവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച്
ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ബയോഗ്രഫി, ഒരു അപ്ഡേറ്റഡ് ബയോഗ്രഫി തയ്യാറായി 10 അധ്യായങ്ങളിലായിട്ട്. അധികം വലിപ്പം വെച്ചില്ല, കാരണം വലിയ പുസ്തകങ്ങൾ ഒരുപാട് എഴുതാനുള്ള മാറ്റർ ഉണ്ട്. ആൾക്കാർ വായിക്കാത്ത കാരണം 200 പേജിൽ നിൽക്കുന്ന തരത്തിൽ മലയാളം കൊടുത്തു. ഇംഗ്ലീഷിലെ പണി 10 അധ്യായമായുള്ളൂ, 5 അധ്യായമായുള്ളൂ. അത് രൂപാൻ കമ്പനി ഡൽഹിയിൽ അവരാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. രൂപ പബ്ലിക്കേഷൻ സാർ? രൂപ രൂപ പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ കൽക്കട്ടയാണ് അല്ലേ? അത് ഡൽഹിയില്ല. കണ്ടു. അതെ, വലിയൊരു പബ്ലിഷേഴ്സ് ആണല്ലോ. അതെ സാർ, അതെ. വലിയ പബ്ലിഷേഴ്സാണ്. പിന്നെ ഓക്കെ. ഓൺലൈനും ആമസോണിലെ ഇ ബുക്കായിട്ടും വരുന്നുണ്ട്. അല്ല, അതിനൊക്കെ തീർച്ചയായിട്ടും രൂപ പബ്ലിക്കേഷൻ്റെ ഏറ്റെടുത്ത് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രാവിറ്റി എല്ലാവർക്കും മനസ്സിലാവും. അത് പുസ്തകം വായിക്കുന്നവർക്ക് അറിയാം. ഇത്തരം വലിയ പബ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാറിന് എന്താ പറയുക, അവാർഡുകൾ ഈ വർഷം പ്രവഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. സാറ് പരിപാടി തുടരുക. മാത്രമല്ല, ഇതിന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ആശംസ പറയാൻ അർഹനായ ഒരു വ്യക്തി കൂടെ അങ്ങയുടെ മകള് ഹോമിയോപ്പതി വിദ്യാർത്ഥിയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യം കൂടെ ഉണ്ട്. ഹോമിയോപ്പതി വളരെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അതെ, അവധിയായ കാരണം, നാളെ അവധിയായ കാരണം ഇന്ന് കുറച്ച് മുമ്പ് വന്നു. അതെ. ഈ അഡ്മിറേഷൻ എന്ന് പറഞ്ഞ റയറാണ്. അത് ഉള്ള വ്യക്തി കൂടിയാണ്. വളരെ സന്തോഷം. അപ്പൊ തുടരുക. ശൈല ഡോക്ടറെ, അടുത്ത എന്താ പരിപാടി? സനേഷ് ഡോക്ടറെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഡോക്ടറെ? കലാപരിപാടികൾ. ഹ്യൂബർട്ട് ഡോക്ടർ ഉണ്ട്, നമ്മുടെ കലാകാരനായ ഡോക്ടർ. ശൈല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണേ. പാട്ട് പാടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അവരെ ഇപ്പൊ പാടിക്കാം. മറ്റുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു. കലാകാരന്മാരും ഇല്ലല്ലോ ഡോക്ടറെ? ഉണ്ടാ? ഹിബർട്ട് ഡോക്ടർ ആണിപ്പോ ഉള്ളത്. അതെ. പിന്നെ ആർക്കെങ്കിലും നമുക്ക് ശോഭന രാമവർമ്മ ഡോക്ടറെ ഒന്ന് വിളിക്കാം ആശംസ പറയാനായിട്ട്. അതെ, വിളിക്കാം. ഡൽഹിയിൽ നിന്നും. ശോഭൻ ഡോക്ടറെ. ഈ മറ്റേ എന്താണ് ഈ സാംസങ് SMA എന്നുള്ളതേ ഈ പാട്ട് പാടുന്ന ഒരു ഡോക്ടറാണ് കേട്ടാ. ഞാനൊരു മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്ത് അന്ന് വിളിക്കാമോ? അവനെന്ത് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? സാംസങ് SM എന്തോ സുജന്യെ സുജേതയാണ് ഇല്ലല്ലോ. സുജേത ഡോക്ടറാണ്. നല്ലപോലെ പാട്ട് പാടും. ഡോക്ടറെ ഓർമ്മശക്തി അപാരമാണ്. എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ. സുജേത ഡോക്ടറാണോ? ആണോ? സുജേത ഡോക്ടറൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? വരും ഡോക്ടർ. അപ്പോഴത്തെ നമുക്ക് സന ഡോക്ടർ വിളിച്ചതല്ലേ. ശോഭന ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ശോഭന ഡോക്ടറെ. അതുപോലെ ആശംസകൾ പറയാൻ തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് വരിക. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. പുതുവർഷമാണ്. സുജേത ഡോക്ടർ ഒന്ന് കോഹോസ്റ്റ് ആക്കിയാലോ ഡോക്ടർ? ശ്രീധരകുറിച്ച് സാറിനെ വിളിക്കാം സാർ. തീർച്ചയായിട്ടും. അത് ഞാൻ കണ്ടു. കൊള്ളാം. സാർ നമ്മുടെ എവർ റെഡി സാറേ. ശ്രീധരകുറിച്ച് സാറേ. ഞാൻ അത് റെഡി ആയിട്ടുണ്ട് ഇരുന്നത്. എന്നാലും ചുമ്മാ കേൾക്കാൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ. പറഞ്ഞോ. അതായത് പുതുവത്സര ആശംസകൾ പറയാനായിട്ട് സാർ ക്ഷണിക്കുകയാണ്. അന്നേരം നമ്മുടെ എല്ലാവർക്കും ഈ 2026 പുതുവത്സരാശംസകൾ. ഇത് നമ്മൾ ഈ 1459 അല്ലേ? 1949. എല്ലാവർക്കും നമ്മൾ ഇത്രയും എത്തി. ഇനിയും ഇടതരളാതെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്ക് വീണ്ടും എന്നും ആൾക്കാർ ഇന്നിപ്പം ഇതേ ഉള്ളൂ. കാരണം എല്ലാവരും ഇപ്പം കൂടുതൽ താല്പര്യം എടുക്കുന്നത് ഇപ്പം ഈ യൂട്യൂബിൽ വരുന്നതുകൊണ്ട് ആ യൂട്യൂബിൽ കാണാം, ഇഷ്ടമുള്ളത് കാണാം, ഇഷ്ടമുള്ളപ്പം നിർത്താം, ഇഷ്ടമുള്ളപ്പം വീണ്ടും കാണാം. അതുകൊണ്ടാണ് അറ്റൻഡൻസ് ഇപ്പം പൊതുവെ കുറവാണ് പലപ്പോഴും കാണുന്നത്. അത് സാരമില്ല, എല്ലാവരും യൂട്യൂബിൽ കാണുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, എന്നും പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതിൻ്റെ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും വെൽവിഷേഴ്സിനും എല്ലാവർക്കും ഒരു ശുഭവർഷം ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു. ഇനിയും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യട്ടെ ആശംസകൾ. ഓക്കെ സാർ, വളരെ നന്ദി. വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും വളരെ നന്ദി. എനിക്കൊരു സാഹചര്യം തന്നതിന്. ഡോക്ടറെ.
കേക്കാവോ? കേൾക്കാം കേക്കാം കേൾക്കാം കേൾക്കാം, കാണാം. ഒരു കാലായി സുഖമില്ലാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇതിൽ കയറാറില്ലായിരുന്നു. സൗണ്ട് കുറവാണ് ഡോക്ടറെ. സൗണ്ട് സൗണ്ട് കുറവാണോ? ആ കേക്കാവോ? ഭാഗത്തിലൂടെ കേൾക്കാം. കേക്കാവോ? ആ കുഴപ്പമില്ല. ഓക്കെ ഡോക്ടർ. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പിന്നെ കയറിയിട്ട് ഏതാണ്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. പിന്നെ ഒരുവിധം കയറിയതാ. കേക്കാമോ? കേക്കാം. കുറച്ച് പതുക്കെ പറയാം. ഇത്തിരി ഒന്നുകൂടെ ഒന്ന് ഉച്ചത്തി. കുറയ്ക്കുകയാണോ? ഞാൻ ഇങ്ങനെ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? കേക്കാം. കേക്കാം. അപ്പം ഇത് നമ്മുടെ ഇനി അടുത്ത പുതുവർഷം വളരെ ഭംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ധാരാളം ഒത്തിരി ഇപ്പൊ തന്നെ എത്രയോ വർഷങ്ങളായി. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഹോമിയോപ്പതിക്കാർക്കും ഹോമിയോയുടെ അഭിമുഖ്യമുള്ള ആളുകളും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ കുറച്ച് നാൾ കൊണ്ട് എനിക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കും സുഖമില്ലായിരുന്നു, ഹസ്ബൻഡും സുഖമില്ലാതായി. ഇപ്പം പിന്നെ സമയത്തിന്റെ ഇതിൽ കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് വഴി എല്ലാം മിക്കതും കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് സമയം. കേൾക്കാവോ? കേക്കാം. എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. പാട്ട് ഒക്കെ പോയി, എന്നാലും ഒന്ന് ശ്രമിക്കാം. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. ഒളിഞ്ഞിരുന്നാലും കരളിലേരുളിൽ വിളക്കായി തെളിയുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. ഹൃദസഞ്ജീവനി നീ എനിക്കരുളി ജീവനിലുണർന്നു സായുജ്യം. ചെടികൾ വിടർന്നു പവിഴമുണർന്നു ഉലകമണിഞ്ഞു ലഹരിയുണർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നു. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. വിഴികൾ വിടർന്നു ഹൃദയമുണർന്നു കഥനമറിഞ്ഞു കവിത നുകർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരാ വിടരുന്നേ. ഓക്കെ, ഡോക്ടർ പാടി വളരെ അർത്ഥവത്താണ്. കാരണം ഡോക്ടർ മറന്നിരിക്കുകയായിരുന്നു, കുറെ കാലമായിട്ട് പ്രോഗ്രാം വരുന്നില്ല. പക്ഷേ ശൈല ഡോക്ടറെ മനസ്സിന്റെ കണ്ണിൽ അത് മലരായി വിരിഞ്ഞു. അതുകൊണ്ട് നല്ല പാട്ട് കേൾക്കാൻ പറ്റിയ വളരെ ഭംഗിയായിട്ട് സന്തോഷം ഡോക്ടറെ. പറ്റുമെങ്കിൽ ഇത് പാട്ട് കൂടെ പാടുക. നമ്മുടെ പിന്നീട് പാടാം ഇച്ചിരി കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ പാടാൻ? മതി മതി. നമ്മുടെ പാട്ടുകാരൊക്കെ എവിടെ പോയി? കുറച്ചു പേരുണ്ടായിരുന്നല്ലോ. അതെ, പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ എന്നാണ് ലോയൻ എഴുതിയത്. രാജശ്രീ ഡോക്ടറെ ഇപ്പൊ ഒരു പാട്ട് പാടാമോ ഡോക്ടർ രാജശ്രീ? ഇനി ശോഭന രാമോർമ്മയുണ്ട്. പാടട്ടെ, എന്നിട്ട് ഞാൻ അവസാനം പാടാം.
താങ്ക് യു. ഒരു രാജശ്രീ ഡോക്ടറെ, അല്ലെങ്കിൽ ഇവിടെ സലികുമാർ ഡോക്ടർ പാടും. സലികുമാർ ഡോക്ടർ റെഡി ആവണേ. ഇനി ശോഭന ഡോക്ടറെ അപ്പുറം നമുക്ക് പാടുക. ആശംസ പറയാൻ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത പാട്ടാവും. റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ഡോക്ടറെ. കോഹോസ്റ്റ് ആണോ ആക്കിയിട്ടുണ്ടോ? ഇല്ല, അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഇല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവുന്നു. ഇല്ല ഇല്ല അതല്ല, ഈ ഹാൻഡ് ഡോക്ടറെ റൈസ് ചെയ്തു. ഡോക്ടർ ശോഭന രാമവർമ്മയുണ്ടോ? ഈ ഹാൻഡ് റൈസ് ചെയ്തല്ലോ. നമുക്ക് എന്തായാലും സലികുമാർ ഡോക്ടറിലേക്ക് പോവാം. സലികുമാർ ഡോക്ടറെ, ആ ഇതായി പാട്ട് പാടാനാണ് വിളിച്ചത്. അതെ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ എന്തിനാ കേണ് കിടക്കുന്നത്? സലികുമാർ ഡോക്ടർ വിളിക്കുകയാണ്. ആണോ? ഒരു ഓൾറൗണ്ടർ ആണല്ലോ. ആ എന്തിനും കുറച്ച് സാധനങ്ങൾ കയ്യിലെപ്പോഴും ഉണ്ട്, അതുകൊണ്ട്. അതെ, ബുദ്ധിമുട്ടിക്കുള്ള മരുന്നുണ്ട്. പറ ഡോക്ടറെ. എനിക്ക് ആ പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. കണ്ണന്റെ മന്മഥലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു, സുന്ദരി വനറാണി അനുകരിച്ചു. കാഞ്ചന സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു, ചെന്തളീർ മെയ്യിൽ താരനഖമർന്നു. സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു, ചെന്തളീർ മെയ്യിൽ താരനഖമർന്നു. രാജീവനയനന്റെ രതിവീണയാകുവാൻ രാധികേ, രാധികേ ഇനിയും നീ ഒരുങ്ങിയില്ലേ? പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, കാഞ്ചന നൂപുരങ്ങൾ അഴിച്ചു വച്ചു, കാളിന്തി പൂനിലാവിൽ മയക്കമായി. കാഞ്ചന നൂപുരങ്ങൾ അഴിച്ചു വച്ചു, കാളിന്തി പൂനിലാവിൽ മയക്കമായി. കണ്ണന്റെ മാറിലെ മലർമാലയാകുവാൻ കാമിനി, കാമിനി നീയും നീ ഒരുങ്ങിയില്ലേ? പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. അതെ, വളരെ ഓക്കെ. ഒന്നാം കാലത്തുള്ള പാട്ട് വളരെ സ്ലോയിൽ ഇങ്ങനെ പാടുന്ന ഒരു ദക്ഷിണാമൂർത്തിയുടെ അപാരമായ ഒരു കോമ്പോസിഷനാണ്. ഡോക്ടർ ഒരുവിധം കുഴപ്പമില്ല പാടി ഒപ്പിച്ചു എന്നുള്ളത് പറയാൻ. അത്ര എളുപ്പമുള്ള പാട്ടല്ലല്ലോ ഇത്. വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്കിനി ശോഭന ഡോക്ടർ റെഡിയായോ? ഡോക്ടർ ശോഭന ഡോക്ടറെ, ഒരു പക്ഷേ ഡോക്ടറും അതിനടുത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീർച്ചയായും റെസ്പോണ്ട് ചെയ്തതാണ്. രാജശ്രീ ഡോക്ടർ റെഡിയാണോ? ഡോക്ടർ രാജശ്രീ.
ആ ഡോക്ടറെ ഞാനൊരു 5 മിനിറ്റ് ഓക്കെ പാട്ട് ഓക്കെ എടുക്കട്ടെ. ശരി 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 ശരി. അപ്പോഴത്തേക്കും നമുക്ക് 1949 ദിവസമല്ലേ? 1949 എന്തായിരുന്നു? നമ്മൾ സേട്ട് സാറിനോട് ചോദിക്കാം. സേട്ട് സാറേ, സാറിന്റെ ജനന വർഷമായിരുന്നു 1949. 48 അപ്പൊ 1 വയസ്സുള്ള സേട്ട് സാർ അല്ലേ? സമയമാ നദി പിറകോട്ടൊഴുകി സംഭവ മലരുകൾ വിരിഞ്ഞു വീണ്ടും അല്ലേ? 1 അതെ വയസ്സുള്ള അതെ സേട്ട് സാറിനെ സാർ ഓർമ്മിക്കാം. 76 വർഷം മുമ്പ് അല്ലേ സാറേ? അതെ സാറേ. അതെ സാർ 48 48. ഇന്ത്യക്ക് 1 വർഷമായപ്പം സേട്ട് സാറിന് ഞാൻ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ പിറന്ന ആളാ. അത് ശരി. അഭിമാനത്തോട് പറയാം. ബ്രിട്ടീഷുകാരുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച, ഇന്ന് ജീവിച്ചിരിപ്പുള്ള അപൂർവം കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഇസ്മായിൽ സേട്ട് സാർ. തീർച്ചയായിട്ടും സാറിന് പ്രത്യേകിച്ച് അനുമോദനങ്ങൾ. സനേഷ് ഡോക്ടറെ ഗസ്റ്റിൽ ജോയിൻ ചെയ്ത ഡോക്ടറെ? ജോയിൻ ചെയ്യില്ല, ഞാൻ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹിബർട്ട് ഓക്കെ. ഡോക്ടറായിട്ട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചുമ്പട്ടില്ലേ അവിടെ? ഉണ്ട്, ആസ്ഥാന പാട്ട് റെസ്പോണ്ട് കച്ചേരിയുടെ ചെയ്യുന്നില്ല. ആളല്ലായിരുന്നു. അതെ. പാട്ട് ഇതിപ്പം കച്ചേരിയുടെ ആളാണല്ലോ. പാടാത്ത വീണയും പാടണമെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, നല്ല പാടുള്ളായിരിക്കും. ആ ഡോക്ടറെ. വന്നല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. പാട്ട് ഒരു പഴയ പാട്ടാണ്, ഓർമ്മയില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാരും ആ പഴയതാണ് മതി ഡോക്ടർ, മതി പഠിക്കും. മതി. മൊബൈലിലെല്ലാം പഴയ കാണുമല്ലോ നല്ലത്. ഡോക്ടർ. വരികളൊന്നും അറിയത്തില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ബാലിനെ ജീവിതത്തിൽ പാട്ടറിയോ? യൂട്യൂബിലൊന്ന് പഴയ നോക്കാൻ പാട്ട് വീഡിയോ. അതാ. ബാലിനെ അറിയോ? ഡോക്ടർ പഠിക്കോ? നമ്മൾ പറഞ്ഞുതരാം, പഠിക്കോ? ഡോക്ടറെ തുടങ്ങട്ടെ. തുടങ്ങിക്കോ. തുടങ്ങിയോ? നഷ്ടവസന്തത്തിൻ തപ്തവിശ്വാസമേ, മുഗ്ധലജാവതി ലാവണ്യമേ, നഷ്ടവസന്തത്തിൻ തപ്തവിശ്വാസമേ, മുത്തുകൂട ഞാൻ നിവർത്തി നിൽപ്പൂ, വരൂ നീ വരൂ, മുത്തുകൂട ഞാൻ നിവർത്തി നിൽപ്പൂ, വരൂ നീ വരൂ, നഷ്ടവസന്തത്തിൻ തപ്തവിശ്വാസമേ, എൻ ഗ്രാമഭൂമി തൻ സീമന്തരേഖയിൽ കുങ്കുമപ്പൂക്കുറി ചാർത്തുപോലെ, സന്ധ്യ തൻ ചുംബന മുദ്ര പോൽ സുസ്മിത സ്പന്ദനം പോൽ നീ കടന്നു വരൂ, എന്റെ മനസ്സിന്റെ അങ്കണമാകെ നീ വർണ്ണാഞ്ചിതമാക്കൂ, വർണ്ണാഞ്ചിതമാക്കൂ, നഷ്ടവസന്തത്തിൽ തപ്തനിശ്വാസമേ, നിൻ പ്രേമലജ്ജ പരിഭവ ഭംഗികൾ എല്ലാം കൊരുത്തൊരു മാല്യവുമാ, മന്ദം പഴുങ്ങു ചിറകുകൾ വീച്ചിനി വന്നണയൂ ദേവ ദൂതി പോലെ, എന്റെ ശാരോൺ താഴ്വരയിലെ പൊന്നുഷ സങ്കീർത്തനമാകൂ, സങ്കീർത്തനമാകൂ, നഷ്ടവസന്തത്തിൻ തപ്തനിശ്വാസമേ, മുഗ്ധലജാവതി ലാവണ്യമേ, നഷ്ടവസന്തത്തിൻ തപ്തനിശ്വാസമേ, മുത്തുകൂട ഞാൻ നിവർത്തി നിൽപ്പൂ, വരൂ നീ വരൂ, മുത്തുകൂട ഞാൻ നിവർത്തി നിൽപ്പൂ, ഭദ്രദീപം ഞാനൊരുക്കി നിൽപ്പൂ, നഷ്ടവസന്തത്തിൽ തപ്തനിശ്വാസമേ.
ഓക്കെ, നന്ദി. ഡോക്ടർ ഇപ്പോഴും ഷാരോൺ താഴ്വരയിലൊക്കെ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ കേട്ടപ്പോൾ ഒരു കാര്യം തോന്നിയത്, നമ്മുടെ മെഡിസിനും പാട്ടുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ പാട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നന്നാവും, മെഡിസിൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഡോക്ടർ കുറച്ചുകൂടെ നല്ല ഗിഫ്റ്റ് കളയാതെ സൂക്ഷിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. രാജേഷ് ഡോക്ടർ റെഡി ആയോ? റെഡിയായി ഡോക്ടറെ, ഓക്കെ, പാടാം. വെൽക്കം. ശരി. മൗനം സ്വരമായി എൻ പൊൻവീൽ സ്വപ്നം മലരാ ഈ കൈക്കും മൗനം സ്വരമാ എൻ പൊൻവീൽ സ്വപ്നം മലരാ ഈ കൈക്കും മൗനം സ്വരമാ എൻ പൊൻവീൽ സ്വപ്നം മലരാ ഈ കൈക്കും പൂങ്കോടി ദൂരമായി വീണു നീ പൂങ്കോടി ദൂരമായി വീണു നീ അനഘനിലാവിൻ മുടികോ ആർമതിയായി നീ ഇന്നോ മൗനം സ്വരമായി എൻ പൊൻവീൽ സ്വപ്നം മലരാ ഈ കൈക്കും ഉണരും ശ്രുതിയലയിൽ മുരളി ദൂരത്തിൽ ഡോക്ടർ നെറ്റ് പ്രോബ്ലം തോന്നുന്നല്ലോ. അതിലേക്ക് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ഹ്യൂബർട്ട് ഡോക്ടർ അതിന് താല്പര്യം കാണും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്ര കാപരിദേവൻ. അപ്പം ജീവികളുടെ തുടക്കവും ഒടുക്കവും അറിയില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. അപ്പം ഡോക്ടർ പാട്ടും തുടക്കവും ഒടുക്കവും ഇടയ്ക്ക് മാത്രം കേട്ടുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞു വന്നത്. ശൈല ഡോക്ടറെ, പാട്ട് വല്ലതും പാടാനുണ്ടാ? എന്താ ഡോക്ടറെ? ഞാൻ പാടുന്നില്ല, നമുക്ക് സുചേത ഡോക്ടറെ വിളിക്കാം. അതെ, ഡോക്ടർ വളരെ നന്നായിട്ട് പാടും. സുജയ ഡോക്ടറെ, രാജേശ്വര ഡോക്ടർ നെറ്റ് പ്രോബ്ലം വന്നതാണ് ഇതായത്, വ്യക്തമായില്ല. ക്ലിയർ, അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയില്ല, അതെ, കേൾക്കാൻ പറ്റിയില്ല. ശോഭൻ ഡോക്ടറുടെ സുചേത തൊണ്ട ശബ്ദം എല്ലാം വയ്യെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ശോഭൻ ഓ, ഡോക്ടർ. ഓക്കെ, സുജയ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഞാനല്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്തോട്ടെ. നമുക്ക് സുജയ ഡോക്ടർ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂബർട്ട് ഡോക്ടർ എന്നും നമ്മുടെ സംഗീത രത്ന സാഗര. സാമ്പ്രാട്ടല്ലേ? അതെ, സംഗീത സാമ്പ്രാട്ടാണ്. സാമ്രാട്ടാണ്. അതെ അതെ, ഷഡ്കാല അതിലൊരു കഴിഞ്ഞ പിന്നെ നമ്മുടെ 7ാമത്തെ കാലത്തിൽ പാടുന്ന ആളാണ് ഹ്യൂബർട്ട് ഡോക്ടർ. അതിലൊരു അഭ്യർത്ഥനയുള്ളത് എന്താണ്, പുതിയ പുതിയ സോങ്സിലോട്ട് പോകുമ്പോ പഴയത് കൂടെ മറക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പാടിത്തരണം. അത് ഈ പാട്ട് പാടുന്നവരുടെ സോങ് സെലക്ഷൻ ശ്രദ്ധിക്കണം. അവരുടെ തൊണ്ടയ്ക്ക് പറ്റിയ നല്ല ഒഴുക്കുള്ള പാട്ടുകളാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പോകും. സുജയ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ഡോക്ടറെ. ചെയ്ത് ഓക്കെ. ശരിയായി. എന്റെ തൊണ്ടയൊക്കെ പോയിരിക്കുക, എന്നാലും ഞാൻ വലിച്ച് കേറേണ്ടി വരും. തൊണ്ടെന്ന് കൊപ്പിച്ചാൽ മതി. കൂടുതലേ ഞാന് അർജനം
മറ്റൊക്കെ കഴിച്ചായിരിക്കുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. ശബ്ദം അങ്ങോട്ടേ ഇതായി. ഓറൻ ട്രഫീലും ശ്രമിക്കണം ഡോക്ടർ. എന്തായാലും പാടിക്കോ. ഓറൻ ട്രഫിലിന അല്ലേ? അതെ. ശരി. ഉം. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായെന്നു മാറി. നീരജ ശ്യാമള നീല നിശീതിനി ചാരു സരോവര ആയി. നീരജ ശ്യാമള നീല നിശീതിനി ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദ്രിവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദ്രിവരങ്ങളായി മാറി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ഈ മോദ നിർധരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ഈ മോദ നിർധരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ഇന്ത്യ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. പിന്നിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ശരിയായോ? എന്തായാലും വർണ്ണച്ചിറകമായി പാടാൻ കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നെറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സൂക്ഷ്മ കേട്ടില്ലേ? നെറ്റിന്റെ കേട്ടില്ലേ? കുഴപ്പമില്ല. എപ്പോഴും ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും ഡോക്ടർ. എത്ര ഉള്ളു ആ പാടി. അതെ. ഇവിടെ ഡോക്ടറെ ശരി. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ മ്യൂട്ടാണ്. ശരബിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ചൊരിയീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൽ തടവിലേക്കോ മധുരമായി പാടി വിളിക്കൂ ആരോ മധുരമായി
പാടി വിളിക്കുന്നു. ശരബിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമീട്ടി അറിയാത്തൊരിടയന്റെ വേണുഗാനം അകലെ നിന്നെത്തുന്ന വേണുഗാനം ഹൃദയം കൊതിച്ചു കൊതിച്ചിരിക്കും പ്രണയ സന്ദേശം പകർന്നു പോകേ ഹരിനീല കമ്പള ചുരുൾ നിവർത്തി വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ ശരബിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി ഇനിയും പകൽ കിളി പാടിയെത്തും ഇനിയും ത്രിസന്ധ്യപ്പു ചൂടി നിൽക്കും ഇനിയുമീ നമ്മൾ നടന്നു പോകും വഴിയിൽ വസന്ത മലർ കിളികൾ കുരവയും പാട്ടുമായി ഓടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ ശരബിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൽ കടവിലേക്കോ മധുരമായി ആടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു. ഇവിടെ മധുരമായി പാടി വിളിച്ചത് ഹ്യൂബർട്ട് ഡോക്ടറാണ്, നമുക്കറിയാം. വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഹ്യൂബർട്ട് ഡോക്ടർ ക്ലാസിക്കൽ പാടിയപ്പോ പാട്ടുണ്ട്. എന്തോ വേണു നാഗവള്ളിയാണ് ഓർമ്മ വന്നത്. അത് ശരി. സീനറി ഈ പാട്ടിന്റെ സീനില് വേണു നാഗവള്ളിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതെ. ഷൈല ഡോക്ടർ ഒരിക്കൽ കൂടെ ഡോക്ടറുടെ അപാരമായ ഓർമ്മശക്തിയെ അനുസ്മരിച്ച് നന്ദി. ആൽബി സാറ് പാട്ട് പാടുവോ? ഇല്ല. കലാ കലാകാരനാണ് തീർച്ചയായും. ഇത്തരം പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഇപ്പൊ തന്നെ ജിം കോർബറ്റിനെ കുറിച്ച് അവരുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് അവിടെ എല്ലാം പോയി ഒരുപാട് യാത്ര, ഋഷികേശിലും ഹരിദ്വാറിലൊക്കെ പോയി യാത്ര ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് വന്നിരിക്കുകയാണ് PV ആൽബി സാർ. ആശംസ പറയാൻ ഹരികുമാർ ഡോക്ടറൊക്കെ ഉണ്ട്. ഡോക്ടർ റെസ്പോണ്ട് ചെയ്യോ? ഹരികുമാർ ഡോക്ടർ അറിയില്ല. കമ്മ്യൂണിറ്റ് ചെയ്യാമോ? സലീം കുമാർ ഡോക്ടർ. സലീം ഡോക്ടറെ. എനിക്ക് പാട്ട് പാടാനല്ല, നമ്മളെ ആ ഈ ആൽബി സാറ് ഒരു കഷ്ടപ്പെട്ട് കെന്റിന്റെ ഇത് ലെക്ചറിങ് നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. നമ്മളത് അറിയണം കേട്ടോ. അറിയുന്ന വളരെ കുറച്ചും വിളിക്കാം. അദ്ദേഹം ഇപ്പൊ തിരക്കാണ്, ഇടയ്ക്ക് സംസാരിച്ചിട്ടപ്പോ അല്ല അതിനല്ല, അല്ല അത് യൂട്യൂബിലുണ്ട് അദ്ദേഹത്തിന്റെ. ഉണ്ട്, അതുണ്ട്. നമ്മളത് കാണേണ്ടതാണ്. അതെ, അദ്ദേഹം ശരിക്കും ഇനിയുള്ള ജനറേഷൻ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് മാറാൻ സാധ്യതയുള്ള സാധനമാണ്. തീർച്ചയായിട്ടും. നല്ലൊരു ബ്രെയിൻ ആണല്ലോ, അതിൽ നിന്ന് വരുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. പുതുവർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ വളരെ കാര്യങ്ങൾ നമുക്ക് ലോക റെക്കോർഡുകളാണ്, നമ്മുടെ എല്ലാം ലോക റെക്കോർഡുകളാണ്. ഏതായിരുന്നാലും ഇത്രയേറെ മെഡിക്കൽ വീഡിയോസ്, ഇത്രയേറെ ഡോക്ടേഴ്സ്, ഇത്രയേറെ സയന്റിസ്റ്റുകൾ, ഇത്രയേറെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇത്രയേറെ വിവിധ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പല 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 ആൾക്കാർ എല്ലാം ഉൾപ്പെട്ട ഒരു സംഗതി. നമ്മുടെ ഏകദേശം 7,76,988 വ്യൂവേഴ്സ്
നമ്മുടെ ഈ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ വീഡിയോസ് കാണുകയുണ്ടായി. അതില് നമ്മുടെ വീഡിയോസ്, മെഡിക്കൽ വീഡിയോസ് 3279 മെഡിക്കൽ വീഡിയോസ് ആണ് 3 ലാംഗ്വേജിൽ കൂടെ. ഇതിന്റെ 7 അയലത്ത് പോലും ഒരു 100 എണ്ണം പോലും ഉണ്ടാക്കാൻ ആർക്കും കഴിയും. അപ്പോഴാണ് നമുക്ക് 3279 വീഡിയോസായി. ഇതിന്റെ ഇടയിൽ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആകെ 8,000 ചിത്രമേ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ ഒരു 10 പേരെ ഓരോരുത്തരെ നമ്മൾ ആക്കാമെന്നുണ്ടെങ്കിൽ അത് 80,000-ഓളം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആവും. വെറും 10 പേരാ, നിങ്ങളുടെ കൂട്ടുകാരെ 10 പേരാ മാത്രം ശ്രമിച്ചാൽ മതി. അത് 86,000 ആകും. അത് അവരൊരു 10 പേരെ കൂടെ ആക്കി തന്നാൽ അത് 8 ലക്ഷം പേരാകും സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അത് നമുക്ക് ലോകം മൊത്തം ഇത് പോകേണ്ടതാണ്. ഇത്രയും ധാരാളം വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലാംഗ്വേജസ്, ഈ 3 ലാംഗ്വേജിൽ, 3 ലാംഗ്വേജ് അല്ല, നമ്മൾ മറ്റ് സ്പാനിഷ് അത് ഇതൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പോർച്ചുഗൽ ഭാഷയിലും ഒക്കെ ഉണ്ട്, അതിന്റെ ട്രാൻസ്ലേറ്റേഴ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ നേട്ടം എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും സങ്കല്പിക്കാനോ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത നേട്ടങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മളെല്ലാ ജനങ്ങളുടെ ഉള്ളിലോട്ട് എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ നേരുന്നു. ഡോക്ടറെ തീർച്ചയായും ഞാൻ നമ്മുടെ ഗസ്റ്റുകൾ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ ഹിബർട്ട് ഡോക്ടർ പറഞ്ഞതിനോട് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ IFPH തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ ചെയ്തു വരുന്ന ഈ പരിപാടികൾക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദിയുണ്ട്. പക്ഷെ അതിലും പ്രധാനമായിട്ട് നമുക്ക് ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരുടെയും മുമ്പിൽ. കാരണം എല്ലാവരും ഈ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ കാണുന്നവരാരും അതിന്റെ താഴെ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കുകയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് ദയവായി നിങ്ങളതൊന്ന് മുഴുവൻ കണ്ടില്ല അല്ലെ കേട്ടില്ലെങ്കിൽ പോലും അതിലൊരു ലൈക്ക് ബട്ടൺ അടിക്കുകയാണെങ്കിൽ അത് പലരുടെ മുന്നിലും എത്തും. അങ്ങനെയാണ് വീഡിയോസ് ഷെയർ ചെയ്യപ്പെടുന്നതും കൂടുതൽ പേര് കാണുന്നതും. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും പോസിറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു വീഡിയോ ഒരാൾ കണ്ടു എന്നുള്ളതിനുള്ളൊരു എവിഡൻസ് ആയിട്ട് മാറുകയും ചെയ്യും അത്. അപ്പം ഇതൊന്ന് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വരുമാന മാർഗം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥന നടത്താറുണ്ട്. എല്ലാ മാസവും നിങ്ങളെ കഴിയുന്നത് ഒരു ചെറിയ സാമ്പത്തികം തന്ന് സഹായിക്കണം. വളരെ ചുരുക്കം പേരാണ് ഇപ്പം അതിന് തയ്യാറാകുന്നത്. അതും ഒന്ന് പുതുവർഷത്തിൽ എല്ലാവരും ഒന്ന് പരിഗണിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു വർഷത്തേക്കുള്ളൊരു എമൗണ്ട് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊരു എമൗണ്ട് എന്നുള്ള രീതിയിലോ, അതല്ലെങ്കിൽ ഒരു 3 മാസത്തേക്കുള്ളൊരു എമൗണ്ട് എന്നുള്ള രീതിയിലോ സ്വമേധയാ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ അത് ഈ നമ്മുടെ സുഗമമായ പ്രവർത്തനത്തിന് നന്നായിരിക്കും. ഇപ്പൊ ഞാനോ മനോജ് ഡോക്ടറോ ഹിബർട്ട് ഡോക്ടറോ അങ്ങനെയുള്ളവരാരും ഇതിൽ നിന്ന് ഒരു പൈസ പോലും കൈപ്പറ്റുന്നില്ല. പക്ഷെ ടെക്നിക്കലായിട്ട് നമുക്കല്ലാതെയുള്ള സാമ്പത്തിക ചെലവുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ട്രഷററാണ് പറയേണ്ടത്. പക്ഷെ ട്രഷറർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ഡോക്ടറെ ദിവസവും ഇതൊന്ന് അനൗൺസ് ചെയ്യണം, എല്ലാവരുടെയും മുമ്പിൽ ഇത് എത്തിക്കണം. നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇത് പരിഭാഷപ്പെടുത്തി എല്ലാവർക്കും അയക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കുൽവന്ത് സിംഗ് ഡോക്ടർ അത് കണ്ട ഉടനെ തന്നെ 5,000 റുപ്പീസ് നമുക്ക് അയച്ചു തന്നു. അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്യാവുന്നത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. നമുക്ക് ഏകദേശം ഞാനിപ്പോ നോക്കിയെടുത്തോളം ഒരു 10,000-2,000 രൂപ മാസം തോറും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വളരാൻ പറ്റും. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ അതിന്റെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറാനായിട്ട് കഴിയും. എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം സനീഷ് ഡോക്ടർ പറഞ്ഞത്. പണ്ട് ഒരു കവി എഴുതിയല്ല, ന ഭുജ്യതേ വ്യാകരണം ശ്രുതാതുരേ പിപാസുരേ കാവ്യരസോ നപിയതേ. അതായത് ആഹാരം കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ ന ഭുജ്യതേ വ്യാകരണം, വ്യാകരണം കൊണ്ട് വയറ് നിറയില്ല. അപ്പൊ എന്ന് പറഞ്ഞതല്ല, ഈ ഇന്റലക്ച്വൽ ടോക്ക് കൊണ്ടും ആക്ടിവിറ്റീസ് കൊണ്ട് കയറും മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇതിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിനായിട്ട് മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. 2026 വർഷത്തെ വരവേൽക്കുന്നതിനായി ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി നടത്തിയ പുതുവത്സരാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറിന്
IFPHന്റെയും ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ആഘോഷ പരിപാടിയിൽ ആശംസ അർപ്പിച്ച ജേർണലിസ്റ്റും ഹോമിയോപ്പതി സ്നേഹിയും IFPHന്റെ കുടുംബാംഗം കൂടിയായ PV ആൽബി സാറിന് ആദരപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച IFPHന്റെ സ്വന്തം ഡോക്ടർ ശ്രീധരക്കുറുപ്പ് സാറിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഈശ്വരഗാനം ആലപിച്ച രാജശ്രീ ഡോക്ടർക്ക് സ്നേഹം അറിയിക്കുന്നു. പുതുവത്സരാഘോഷത്തിന്റെ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച IFPHന്റെ മോഡറേറ്ററും കൂടിയായ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആഘോഷ പരിപാടിയുടെ മോഡറേറ്റർ IFPHന്റെ സ്വന്തം മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പുതുവത്സര സായാഹ്നത്തിൽ നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ച് ഗാനങ്ങൾ ആലപിച്ച സുജേത ഡോക്ടർക്കും സലിം കുമാർ ഡോക്ടർക്കും ഹ്യൂബർട്ട് ഡോക്ടർക്കും രാജശ്രീ ഡോക്ടർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 1000 നന്ദി അറിയിക്കുകയാണ്. IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും 1949 ദിവസമായി ഇടതടവില്ലാതെ നടത്തപ്പെടുന്ന പ്രതിദിന സൂം വെബിനാറുകളുടെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വിജയകരമാക്കുകയും ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും 1000 നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും പുതുവത്സരാശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അതെ, മറിയാമ്മ ഡോക്ടർ പറഞ്ഞ ഈശ്വരന് ഹനുമാൻ അങ്ങനെയാണ് പറയുന്നത്, ഗോഡ് പെർമിറ്റഡ് മീ. എപ്പോഴും അങ്ങനെ ആ ഒരു സ്മരണയോടുകൂടി അദ്ദേഹം ഓർഗനോണിലും ക്രോണിക് ഡിസീസ് എല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ വഴി തന്നെ പോകുന്നത് തീർച്ചയായിട്ടും മറിയാമ്മ ഡോക്ടറിൽ മനസ്സിലായി. നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു. ശുഭരാത്രി നേരുന്നു. നമസ്കാരം.